പ്രൈസ് ദി ലോർഡ്. ഇപ്പം 4 മണിക്ക് എണീറ്റോ? എത്ര പേര് 4 മണിക്ക് എണീക്കാൻ സാധിച്ചു? 4 മണിക്ക് എന്ന് കൈവച്ച് കാണിച്ച്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് നിർത്താൻ നന്ദി പറയാം. എന്നെ 3 മണിക്ക് എണീപ്പിച്ചു എന്നുള്ളതാണ്. ഷോ, പിന്നെ എനിക്ക് ഉറങ്ങാനേ പറ്റണ്ടായില്ല. അപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾ 3 മണിക്കൊക്കെ ആരോഗ്യം എണീറ്റിട്ടുണ്ടാവുന്നു. 3 മണിക്ക് എണീറ്റോ? 3 അല്ല. പ്രൈസ് ദി ലോർഡ്. ശരിക്കും ദൈവം ആഗ്രഹിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഉണർന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ 3:50 അലാം വെച്ചത്. പക്ഷേ 3 മണിക്ക് ഞാൻ എണീറ്റു. എന്നോട് പറയാണ് പ്രാർത്ഥിക്കുക. ഞാനും ഇതാ വാതിക്കൽ തട്ടി. അപ്പോൾ വാസ്തവത്തിൽ ഇപ്പം നമ്മൾ ഈ പ്രഭാത പ്രാർത്ഥനയിലെല്ലാം പ്രാർത്ഥിച്ചത് എന്താ? പുരരിപ്പ വീട്ട്, ഇതെല്ലാം ജ്ഞാനത്തെക്കുറിച്ചാണ്. നമ്മളിപ്പോൾ പാടിയ ഗാനം കേട്ടോ, ഇത് മലങ്കര കുർബാനയിലെ ആമുഖമായ ഒരു ഗാനമാണല്ലേ. എന്താ അതിൻ്റെ അർത്ഥം? സോഫ്റ്റ്ലി ഉണ്ടോ? വെളിവാണ് നീ. അപ്പൊ ഈ കുർബാനയിൽ മുഴുവനും ഉണ്ടാകാൻ പോകുന്നത് ഈ വെളിവാണ്. കുർബാന എന്നല്ല, ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനം ശക്തിയുമാണ്. അതാണ് പൗലോസ് 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ വായിക്കാം. 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ 24-ാമത്തെ വചനം എന്താ പറയുന്നത്? 1 കൊരിന്ത്യസ് 1-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ പറയുന്നത്, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ, ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ബൈബിള് ഉള്ളവർ തുറക്കുക, ഇല്ലാത്തവർ അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നോക്കുക. ബൈബിൾ ഇല്ലാത്തവർ ഇവിടെ ബൈബിൾ എക്സ്ട്രാ ഉണ്ടാവുമായിരിക്കില്ലേ? അച്ഛോ ഇവിടെ ഇരിപ്പുണ്ടല്ലേ? ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾ ആ ബൈബിൾ എടുത്ത് കൊണ്ടുവരണം. ബൈബിൾ ഇല്ലാത്തവർ ഇപ്പോൾ അടുത്തിരിക്കുന്ന ആളുടെ ബൈബിൾ നോക്കുക. ഒന്ന് എല്ലാവരും ശബ്ദമുയർത്തി ഏറ്റുപറഞ്ഞ് അധരം തുറന്ന്, ഇങ്ങനെ എന്തിനാണ് അധരം തുറക്കണമെന്നൊരു പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം ആദിയിൽ വചനമുണ്ടായി എന്നാണ് പറയുന്നതെങ്കിൽ ഹിന്ദി ബൈബിളിൽ പറയുന്നത് ആദിമേം ശബ്ദ, ആദിമേം ശബ്ദ. ആദിയിൽ എന്തുണ്ടായി? ശബ്ദമാണ്. അപ്പൊ ഈ വചനം ഒരു ലിഖിത രൂപത്തിലല്ല ആദ്യം ഉണ്ടായത്. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകം ലിഖിതമാണ്. എന്നാൽ ഇത് ഉണ്ടായത് ലിഖിത രൂപത്തിലല്ല, ശബ്ദമാണ്. ദൈവത്തിൻ്റെ ശബ്ദം. आदि में शब्द था, शब्द ईश्वर के साथ था, शब्द ईश्वर ही था. शब्द 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 എന്തായിരുന്നു? ഈശ്വരൻ, ദൈവം തന്നെയാണ്. सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना, उसके बिना कुछ भी नहीं बना. इतना हिंदी तो समझता है ना? सब कुछ उसके द्वारा बना गया, उसके बिना कुछ भी नहीं बना. उसमें जीवन था, उस जीवन इंसान का ज्योति था. उस ज्योति अंधकार में चमकती है, अंधकार उसको नहीं बुझा सका. ഇതാണ് മുഴുവൻ രഹസ്യവും. യോഹന്നാൻ സ്നേഹായുടെ പ്രലോഗ്, ഇതിൻ്റെ അകത്ത് ക്രിസ്റ്റോളജി, ക്രിസ്തു ശാസ്ത്രം, ക്രിസ്തു രഹസ്യം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അതായത് ഇപ്പം നമുക്ക് ഇത്രയും വലിയൊരു കാര്യമാണ്, അതൊരു ധ്യാനം മുഴുവൻ നടത്തേണ്ട തീമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്
വചനം, അതുകൊണ്ടാണ് വചനം പ്രഘോഷിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ശ്രവണത്തിലൂടെയാണ് അത് ആത്മാവിലേക്ക് കയറുന്നത്. ശ്രവണവും ഹൃദയത്തിലേക്ക് ഒന്ന് വരുന്നത് ശ്രവണത്തിലൂടെയാണ്. അപ്പം നമ്മൾ നോക്കി വായിക്കുമ്പോൾ അത് കണ്ണുകളിലൂടെ പ്രവേശിച്ച് നമ്മുടെ അധരത്തിലൂടെ ശബ്ദമായിട്ട് ആ ശബ്ദം നമ്മുടെ കാതുകളിലൂടെ ഹൃദയത്തിലേക്ക് വരണം. അപ്പോഴാണ് അത് ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തുടക്കം മുതലേ ഞാൻ ഇതിനെ ഒരു ആശയം പറയണം. ഇപ്പോൾ ഈ ധ്യാനത്തിൽ വചനം ഇങ്ങനെ ശബ്ദമുയർത്തി വായിക്കണം. അത് നിങ്ങളെല്ലാവരും അത് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് പറയാം. നിങ്ങളുടെ ആധരത്തിലൂടെ ഇത് പുറത്തു വരണം. അതാണ് ഹൃദയത്തിൽ വിശ്വസിച്ച അധരം കൊണ്ട് ഏറ്റുപാറും. ഹൃദയത്തിൽ വിശ്വസിച്ച അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നാ പറഞ്ഞേ. പൗലോസ്ലീഹ റോമറിൽ എഴുതിയിരിക്കുന്ന ഇതാണ്, അതും ഹിന്ദിയിലാണ് അത് എനിക്ക് രജിസ്റ്റർ ആയത്. सुनने से विश्वास उत्पन्न होता है എന്ന് പറഞ്ഞ എല്ലാവരും सुनने से विश्वास उत्पन्न होता है. ഇത് ശരിക്കും മലയാളം പോലെ തോന്നണില്ലേ? ഉത്പന്ന होता है, ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്ന് വിചാരിച്ചോ? വിശ്വാസം എന്തായി വരുന്നു? വിശ്വാസം ഇങ്ങനെ ഒരു ചെടി ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്യുന്ന മാതിരിയാണ്. क्या सुनना चाहिए? ईश्वर का वचन, ഈസാ മസീഹ് का वचन. വിശ്വാസം കേൾവിയിൽ നിന്നും, എല്ലാവരും ഒന്ന് പറഞ്ഞു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിൽ നിന്നാണ്. ഇത് അടിവരയിടേണ്ട ഒരു കാര്യമാണ്. ഞാനിവിടെ എന്തെങ്കിലും തമാശ പറഞ്ഞതുകൊണ്ട് വിശ്വാസം വളരില്ല. ഞാനിവിടെ കുറെ സാഹിത്യം പറഞ്ഞതുകൊണ്ട് വിശ്വാസം വളരില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണത്തിലൂടെയാണ് വിശ്വാസം വളരുക. ക്രിസ്തു, ക്രിസ്തു. അതാണ് ഞാൻ പറഞ്ഞത്. ബൈബിള് മുഴുവനും സുവിശേഷമല്ല. പഴയ നിയമത്തിൽ ഈ വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു ഛായ, ഒരു മുൻ അവതരണമാണ്. അതാണ് നമ്മുടെ സിറോ മലബാർ കുർബാനയിലെ റാസ കുർബാനയിലെ ഒരു വ്യാഖ്യാന ഗീതമാണ്. നിഴലാനയമം വിട്ടു നൂതന നിയമം പാലിച്ചവനാം പൗലോസ് ശ്ലീഹ തങ്ങളുടെ മാതൃക നിങ്ങൾ കൈക്കൊണ്ടിടുവിൻ. ഇപ്പം അത്രയും മതി. അപ്പോൾ ഈ പഴയ നിയമത്തിലെ നിയമങ്ങളും അവിടെ സംഭവിച്ചതെല്ലാം വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചും ആണ്. ആ ക്രിസ്തു വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണം ശ്രവിക്കുമ്പോഴാണ് വിശ്വാസം വളരുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം ശരിയാവും. വിഷമിക്കേണ്ട. ഈ ഓരോ ആശയങ്ങൾ ഞാൻ തരികയാണ് നിങ്ങൾക്ക്. ഇതെല്ലാം ഒരു തിയറി അല്ല. ഇത് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ശ്വാസമാണ് ഈ പറയണതൊക്കെ. 25 വർഷമായിട്ട് ഈ അവസ്ഥയിലാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത്. ശ്രവണമാണ് വിശ്വാസം തരുന്നത്. അപ്പോൾ നിങ്ങൾക്കിതൊക്കെ ഒരു ക്യാപ്സൂളുമായി തരികയാണ്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങളുടെ വിശ്വാസം മലമുകളിലേക്ക് ഉയരുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ വേദവചനമാണ് ശബ്ദം ഉയർത്തി വായിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ
24-ാമത്തെ വചനം. എല്ലാവരും ശബ്ദമുയർത്തി അധരം തുറന്നു ഏറ്റു പറഞ്ഞ്, വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും അത്രേ. ഒരിക്കൽ കൂടി ഒരു കരം ഉയർത്തി നമ്മൾ മുദ്രാവാക്യമൊക്കെ വിളിച്ച് പരിചയമുള്ളാലേ, ഒന്ന് മുദ്രാവാക്യം വിളിക്കുന്നമായിരുന്നു വിളിച്ച്. വിളിക്കപ്പെട്ടവർക്ക് യഹൂദരോ ഗ്രീക്കുകാരോ ആകട്ടെ ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും അത്രേ. ഇപ്പൊ നമ്മൾ ആരെ കുറിച്ചാ കേട്ടത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രഘോഷണമല്ല കേട്ടത്. ആരാണ് ക്രിസ്തു? ക്രിസ്തു എന്താണ്? ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും. അതാണ് ഈശോ നിറഞ്ഞ ക്രിസ്തു ദൈവത്തിന്റെ ജ്ഞാനമാണ്. ആ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് കിട്ടിയത് ഈ ക്രിസ്തുവിനെയാണ്. ജ്ഞാനമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ജ്ഞാനത്തിൽ നമ്മൾ മുങ്ങി, ഈ ജ്ഞാനം മുഴുവനും നമുക്ക് തന്നിരിക്കുന്നു. അന്വേഷിപ്പിൻ, കണ്ടെത്തും, മുട്ടുവിൽ തുറക്കപ്പെടും. ഈ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധി അവനിലാണല്ലോ. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം. 2-ാം അധ്യായം കൊളോസോസ് 2:1. ഈ പൗലോസ്ലീഹയുടെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ ആദ്യത്തെ 1-2 അധ്യായം എല്ലാ ലേഖനങ്ങളും ജ്ഞാനത്തെക്കുറിച്ചാണ്. ക്രിസ്തു ജ്ഞാനമാണ്. കൊളോസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനം ഒന്നെല്ലാവരും എടുത്ത് ഉച്ചത്തിൽ ഏറ്റു പറഞ്ഞ്, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി എല്ലാവരും ഏറ്റു പറഞ്ഞ്, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. കണ്ടോ, അവിടെ ഒളിഞ്ഞു കിടക്കുകയാണത്. ഇതാണ് ഈ വലിയ കാര്യങ്ങളെല്ലാം ഒളിച്ചു വച്ചിരിക്കുകയാണ്. നിധിയാണത്. എല്ലാം ജീവിതത്തിൻ്റെ ഏത് അവസ്ഥയിലും ഇങ്ങനെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും മനോഹരവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒളിച്ചു വയ്ക്കും. ഇപ്പം നമ്മളൊരു ചിത്രം പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചു. നല്ല ചിത്രകാരനാണ് നിങ്ങൾ. ആ ചിത്രം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തു ചെയ്യും? ആദ്യം തന്നെ ആരും കാണാതിരിക്കാൻ അതിന് ചുറ്റും ഒരു തുണി കൊണ്ട് ഒരു കർട്ടനിട്ടിട്ട് അതിൻ്റെ അകത്തിരുന്നായിട്ടും അത് വരയ്ക്കുക. ആരും കാണരുത്. വരച്ചു കഴിഞ്ഞു. അതിൻ്റെ അവസാനത്തെ ടച്ചപ്പ് തീർത്തു കഴിഞ്ഞിട്ട് ഇനി ഒരു സെലിബ്രേഷൻ വേണം. എന്താ അതിന് പറയാ? അനാവരണം ചെയ്യാമെന്നോ? അതിന് താങ്ക് യു. അനാച്ഛാദനം ചെയ്യാം. അതിനെ വലിയ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച്, ബിഷപ്പിനെയൊക്കെ വിളിച്ചിട്ട് ഇന്ന ചിത്രത്തിൻ്റെ അനാച്ഛാദനമാണ്. കണ്ടോ? അപ്പോഴും അത് എല്ലാവരും ആകാംക്ഷയാണ്. എന്താണ് ഈ വരാൻ പോകുന്നത്? എന്താണ് ഈ കാണാൻ പോകുന്നത്? അങ്ങനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ആഘോഷപൂർവം ഇതാ ആ മുഖ്യാതിഥി ആ ചിത്രത്തെ അനാച്ഛാദനം ചെയ്തു കാണുന്നു. കണ്ടോ? ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടു. ഇപ്പോൾ ഇതുപോലെ തന്നെയാണ് സുവിശേഷം മുഴുവനും. ഈ പഴയ നിയമത്തിൽ മുഴുവനും ഇപ്പോൾ മോശയ്ക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിരുന്നുവെങ്കിലും അത് അനാച്ഛാദനം ചെയ്യാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് മോശ തന്നെ മുഖത്ത് ഒരു മൂടുപടം, അല്ലെങ്കിൽ ഒരു വെയിൽ. ഇതാണ് നമ്മളുടെ ദേവാലയത്തിൽ കണ്ടില്ലേ ഒരു വെയിൽ? അത് അനാച്ഛാദനം ചെയ്തിട്ടില്ല. സർവാധിപനാം കർത്താവ് എന്ന് പാടുമ്പോൾ ഈശോയുടെ മാമോദീസ സമയം സ്വർഗം തുറക്കപ്പെട്ടു. എത്തിയോഫനി
A theophany is God is visibly seen. ദൈവം വിസിബിളി കാണപ്പെടുകയാണ്. അതുവരെ പഴയ നിയമത്തിൽ എല്ലാം ഒളിച്ചു വെക്കപ്പെട്ടിരുന്നു. പഴയ നിയമത്തിൽ എങ്ങും അങ്ങനെ കാണുന്നുണ്ടോ? ഇവിടെ എന്താ? സ്വർഗം തുറക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുന്നൊരവസ്ഥ. പുത്രൻ തമ്പുരാൻ പൂഴി മണ്ണിൽ നിൽക്കുന്നു, ആ കടവിൽ തീരത്ത്. മുകളിൽ നിന്നും പിതാവിൻ്റെ ശബ്ദം, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇവർക്ക് മധ്യത്തിൽ ദൃശ്യമായി പ്രാവിന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അനാവരണം ചെയ്തു. അതാണ് തിരശീല മാറുന്നത്. ഇതുപോലെ ഇതിൻ്റെ വലിയ രഹസ്യമായിരുന്നു ഈശോയുടെ ഹൃദയം പിളർന്നപ്പോൾ ദേവാലയത്തിലെ, ജെറുസലേം ദേവാലയത്തിലെ തിരശീല നടുവേ കീറിയെന്നാണ് അവിടെ എഴുതിയേക്കണേ. മുകളിൽ നിന്ന് താഴോട്ട് കീറിയെന്നാണ് എഴുതിയേക്കണേ. മുകളിൽ നിന്ന് താഴോട്ട് കീറി, അതൊക്കെ വലിയ അർത്ഥമാണ്. താഴെ നിന്നാണ് കീറണമെങ്കിൽ മനുഷ്യന് കീറാൻ പറ്റുമായിരിക്കും, ഇല്ലേ? മനുഷ്യൻ അവിടെ ചെന്നിട്ടൊരു കത്തിയെടുത്തുകൊണ്ട് കീറാം. ഈ തിരശീല എന്ന് പറയുന്നത് ഒരു 8 ഇഞ്ച് കനമുള്ള വസ്ത്രം കൊണ്ടുണ്ടാക്കിയിട്ട് 8 ഇഞ്ച് കനം. അത് മനുഷ്യന് ഒന്നിനും കീറാൻ പറ്റില്ല. ആ തിരശീല മുകളിൽ നിന്ന് താഴോട്ട് കീറിയുന്നു. അവിടെ ദൈവത്തെ തന്നെ മനുഷ്യവംശത്തിനായിട്ട് അനാവരണം ചെയ്തിരിക്കുന്നു. വരുവിൻ എല്ലാവരും, ഈ വിശുദ്ധ സ്ഥലം ഇനി നിങ്ങൾക്കുള്ളതാണ്. ഇതെല്ലാം പറയാൻ കാരണം ഈ രഹസ്യങ്ങളെല്ലാം ഇങ്ങനെ ഒളിച്ചു വച്ചിരിക്കുകയായിരിക്കും. അതാണ് ഒരു പ്രത്യേക അതൊരു ഫിനോമിനയാണ്. എന്നാൽ ഒരു സമയത്ത് അതിനെ തുറക്കും. നമ്മുടെ ജീവിതത്തിൽ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് ഈ രഹസ്യങ്ങളും ഈ ജ്ഞാനവും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് തുറക്കണം. അത് ഓരോ കാലഘട്ടത്തിലും, ഇപ്പൊ വിവാഹം കഴിക്കണം, ആ വിവാഹത്തെക്കുറിച്ചുള്ള രഹസ്യം നമ്മളുടെ ജ്ഞാനസ്നാനത്തിലുണ്ട്. പക്ഷെ 5 വയസ്സിൽ തുറക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഒരു ദൈവവിളിയാണ്. കന്യാസ്ത്രീ ആകണം, അച്ഛനാകണം. ആ വിളി മാമോദീസായിൽ തന്നെ നമ്മളിലുണ്ട്. എന്നാൽ അത് 5 വയസ്സിൽ തുറക്കണോ? അത് 10-15 വയസ്സാകുമ്പോഴേക്കും സാവധാനം അതിന് തുറക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞു വരുന്നതെല്ലാം ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആ നിധി ഇപ്പോ എവിടെ നമ്മളിലുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ട് നമ്മളിലുണ്ട്? ക്രിസ്തു നമ്മളിലുണ്ട്. ഈ കൊലോസ്യ ലേഖനത്തിന്റെ 2-ാം അധ്യായം തീർച്ചയായിട്ടും 1-ാം അധ്യായം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പൊ 1-ാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞെന്ന് കേട്ട് 1-ാം അധ്യായം 26-ാമത്തെ വചനം പറയുന്നത്, 1-ാം അധ്യായം 26-ാമത്തെ വചനം പറയുന്നത്, ഓ എന്തോ ഒരു അത്ഭുതമാണതൊന്ന് കേട്ടെ. കൊളോസസ് 1:26. യുഗങ്ങൾക്കും കണ്ടോ, വീണ്ടും ആ മറച്ചു വെട്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയണേ, ഇല്ലേ? ആ പെയിന്റിങ് മറച്ചു വെച്ചേക്കണതിന്റെ പറയുമ്പോൾ എളുപ്പം മനസ്സിലായില്ലേ? യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ രഹസ്യം? ഈ രഹസ്യത്തെ
ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ, എല്ലാവരും പറഞ്ഞുകൊണ്ട്, ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതിയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ, എല്ലാവരും ശബ്ദമുയർത്തി, ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. പ്രൈസ് ദ ലോർഡ്. ഒന്നുകൂടി എല്ലാവരും ശബ്ദം ഉയർത്തി, ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. അപ്പൊ ഇപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മളിലുണ്ട്. ഒന്നുകൂടി പറഞ്ഞ്, എന്നിലുണ്ട് എന്ന് പറഞ്ഞ്. മഹത്വത്തിന്റെ ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു എന്നിലുണ്ട് എന്നത് തന്നെ. പ്രൈസ് ദ ലോർഡ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. ഒന്നാം അധ്യായം കഴിഞ്ഞു. രണ്ടാം അധ്യായത്തില് മൂന്നാമത്തെ വചനത്തിലേക്ക് വരാണ്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും അവനിലാണ് ഒളിഞ്ഞു കിടക്കുന്നത്. ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ ഉള്ളിൽ ആ നിധി ഉണ്ട്. അതിനെ ഇനി ഞാൻ ആക്ടിവേറ്റ് ആക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മളുടെ കയ്യിൽ ടെലിഫോൺ കിട്ടിയാൽ, നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഈ സ്മാർട്ട് ഫോണൊക്കെ, ഒരു ഫോൺ ചെയ്യാനേ നമ്മൾ വലിയ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഈ പിള്ളേരുടെ കയ്യിലൊക്കെ ഒന്ന് കൊടുത്തു നോക്കി, അവരതിനകത്ത് ഉടനെ പടപടയെന്ന് എന്തെല്ലാം ആപ്പ് കണ്ടുപിടിക്കില്ലേ? എന്തോരം ആപ്പാണ് അതിനകത്തുള്ളതെന്ന് പറയും. നമ്മൾക്കതൊന്നും അറിയില്ല. ഇതിനകത്ത് ഈ സംവിധാനങ്ങൾ ഉണ്ടെന്ന് തന്നെ നമുക്ക് അറിയില്ല. എന്ന പോലെ നമ്മളിൽ വസിക്കുന്ന ദൈവം, നമ്മിൽ വസിക്കുന്ന ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ നിധിയാണ്. അവനാണ് ഒരു ക്രിസ്ത്യാനി. എന്നാൽ നമ്മൾ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് അതിൻ്റെ അകത്ത്, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ആ ഓരോ ആപ്ലിക്കേഷൻസിനെയും ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ജീവിതം വാസ്തവത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ ആനന്ദവും അഭിഷേകവും ശക്തിയും അതിൻ്റെ അവസ്ഥാവിശേഷങ്ങളെല്ലാം. അപ്പം അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1 കൊരിന്ത്യസിലേക്ക് വീണ്ടും വരാം. ആ 1 കൊരിന്ത്യസ് 1-ാം അധ്യായത്തിൽ 30-24 നമ്മൾ നേരത്തെ വായിച്ചു. ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവുമാണെന്ന്. ഇനി അതിൻ്റെ അവസാനം 1-ാം അധ്യായത്തിൽ 30-ാമത്തെ വചനം ഒന്ന് വായിച്ച്. 1 കൊരിന്ത്യസ് 1:30. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്നാണ്. ഉറവ, നല്ല അർത്ഥമാണ്. ഉറവ. നമ്മളിപ്പോൾ ഒരു കിണർ കുത്താണെങ്കിൽ എവിടം വരെ കുത്തും? ഉറവ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്താൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കല്ലുവെട്ടുകാർക്ക് അവിടുന്ന് ഓടി വരേണ്ടി വരികയാണ്. കാരണം ഉറവ പൊട്ടിയാൽ ഗുഡുഗുഡുഗുഡൂല് വെള്ളം നിറയും. പിന്നെ അവര് മമ്മട്ടിയും പിക്കാസും എല്ലാം എടുത്ത് ഉടനെ കയറണം. ഒന്ന് ആലോചിച്ച് നോക്കി. കിണർ കുത്തലുകാര് ഉറവ കാണാറാകുമ്പോഴേക്കും അവർ പണിയായുധങ്ങളെല്ലാം മുകളിലോട്ട് അയക്കും. ഉറവ കാണാറായിട്ടുണ്ട്. ഉറവ പൊട്ടിയാൽ പെട്ടെന്ന് കിണറ്റിലെ വെള്ളം നിറയും. ഉറവ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഈ ബൈബിൾ ട്രാൻസ്ലേഷനിലും ചില വാക്കുകൾക്ക് പരിമിതികളുണ്ട്. നമുക്ക് മലയാളത്തിൽ ഇല്ല വാക്കുകൾ. ഇപ്പൊ ഇത് ഉറവ എന്നുള്ള വാക്കുണ്ട്. ഇപ്പോൾ ഈശോ പറഞ്ഞു,
സമരിയ ഈശോ പറഞ്ഞു, ആ യോഹന്നാന്റെ സുവിശേഷം 7:37 മലയാളത്തിൽ എഴുതിയേക്കണ അരുവി എന്നാണ്. അരുവി, ജീവജലത്തിന്റെ അരുവി എന്ന് എഴുതിയേക്കുന്നത്. അരുവി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അർത്ഥം നമ്മുടെ വീടിൻ്റെ അടുത്തുകൂടി ഒഴുകിനടുത്തോട് അതിൽ കുറച്ച് വെള്ളത്തിന് ഒഴുകണം എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാകുന്നത്. പക്ഷെ അത് അരുവിയല്ല, അതിൻ്റെ ഒറിജിനൽ വാക്ക് ഉറവയാണ്. हिंदीലുണ്ടത്, जो मुझमें विश्वास करता है उसका हृदय का अंदर स्थल से संजीवन जल का स्रोत बह निकलेगी. स्रोत, संजीवन जल का स्रोत, ജീവജലത്തിന്റെ ഉറവ. അപ്പൊ ഉറവ എന്നത് അതിന്റെ ഉത്ഭവം തന്നെയാണ്. ഇറ്റ് ഈസ് ബിഗിനിങ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ കംബാക്ക് 130 1:30 വായിച്ച്, യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടം തന്നെയാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. എന്തോ ഒരു മനോഹരമാണല്ലേ ക്രിസ്തീയ ജീവിതത്തിൻ്റെ, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം ആരാണ്? അവിടുന്ന് തന്നെയാ, ദൈവം തന്നെയാ. പെട്ടെന്നൊരു ചോദ്യം ചോദിക്കണതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അപ്പോഴാണ് നമ്മുടെ നമ്മളൊന്ന് ചിന്തിക്കുകയുള്ളൂ. ദൈവം എന്തിന് നമ്മെ സൃഷ്ടിച്ചു? എന്തിനാ ദൈവം നമ്മെ സൃഷ്ടിച്ചേ? പറയും കണ്ടോ? ഇപ്പോൾ പെട്ടെന്ന് ഉത്തരം പറയണ്ട. ആ കാറ്റഗിസത്തിലൊക്കെ പഠിച്ചിട്ടുള്ളത് കാണാപ്പാഠം പഠിച്ചതല്ല പറയേണ്ടത്. ഇപ്പോൾ ഒന്ന് ചിന്തിക്ക്, എന്തിന് ദൈവം എന്നെ സൃഷ്ടിച്ചു? ഒരു ഉത്തരം അതാണ്, ദൈവത്തിൻ്റെ മഹത്വം നമ്മളിൽ വെളിപ്പെടാൻ. നിങ്ങൾ പറയും, ദൈവം എന്തിന് എന്നെ സൃഷ്ടിച്ചു? ദൈവത്തെ സ്നേഹിക്കാൻ, മക്കൾക്കുള്ളത് സ്വീകരിച്ച് വളരാൻ. ഇവിടെ ആരെങ്കിലും പറയും, ദൈവിക പദ്ധതികൾ നമുക്ക് പൂർത്തിയാകാൻ, ദൈവത്തോട് ഒത്തുവസിക്കാൻ, സ്വർഗീയ അനുഭൂതി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം അവസാനത്തിൽ നമ്മൾ ചെന്നെത്തുന്നത് വളരെ നിസ്സാരമാണ്. ഇത്രയും കോംപ്ലിക്കേഷനൊന്നുമില്ല. ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ എല്ലാവരും, ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അതാണ് വിശുദ്ധ അഗസ്തീനോസിൻ്റെ വിശ്വപ്രഖ്യാതമായ ഒരു പ്രമേയം. എന്താ? ഓ ലോർഡ് ഹു ക്രിയേറ്റഡ്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ എത്തിച്ചേരും വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അപ്പം നമ്മൾക്ക് പലപ്പോഴും ഈ കാലത്തിൻ്റെ തികവിൽ നമ്മൾ ഒരുപാട് ശാസ്ത്രമൊക്കെ പഠിച്ച് നമ്മുടെ ബുദ്ധി വികസിച്ച് നമ്മൾ പലതൊക്കെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളെ സൃഷ്ടിച്ച ആളിനെ കുറിച്ചും നമ്മളെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളതൊക്കെ നമ്മൾ സാവധാനം മറന്നു പോവുകയാണ്. ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതം, നമ്മുടെ ജീവിതത്തെ നമ്മൾ ഉണ്ടായിരുന്നോ? നമ്മൾ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഉണ്ടായിരുന്നില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ ഉണ്ടാക്കി ദൈവം. നമ്മൾ ആഗ്രഹിച്ച പോലെയാണോ ദൈവം സൃഷ്ടിച്ചത് നമ്മെ? ആണോ? അല്ല. ആ വാസ്തവം മനസ്സിലാക്കി. നമ്മൾ ആഗ്രഹിച്ചതനുസരിച്ചാണോ ദൈവം നമ്മളെ സൃഷ്ടിച്ചത്? അല്ല. ഇതൊക്കെ വലിയൊരു തിരിച്ചറിവാണ്. ഒറ്റ കാര്യം, നമ്മൾ ഇന്ന്
പല ആഗ്രഹങ്ങളും പല പരിപാടികളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലതൊന്നും വിജയിക്കുന്നേ ഇല്ല. എന്തുകൊണ്ടാണ് വിജയിക്കാത്തത്? അതേ ഉദ്ദേശിച്ചിട്ടല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് തന്നെ വലിയ വേറെ കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടാണ്. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ദൈവം എന്നെ എന്തിന് സൃഷ്ടിച്ചു? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം തന്നെ ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടുന്ന് തന്നെയാണ്. ഇനി എന്ത് സംഭവിക്കുന്നു? ദൈവം അവനെ, എല്ലാവരുമായിട്ട് പറഞ്ഞുകൊണ്ട്, ദൈവം അവനെ നമുക്കായി ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവും ആക്കിയിരിക്കുന്നു. ഇനി നമുക്ക് പുസ്തകമെല്ലാം അടച്ചു വെച്ച് ഒരല്പസമയം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച്, ഓ ഈശോയെ, ഞാൻ വിശ്വസിക്കുന്നു ആ ജ്ഞാനം എന്നിലുണ്ട്. ഓ ദൈവമേ, ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ദാനമാണ് ജ്ഞാനം. എന്നാൽ അതോടൊപ്പം അത് യേശുക്രിസ്തു തന്നെയാണ്. അല്ലെങ്കിൽ യേശുക്രിസ്തുവിലുള്ള ഒളിഞ്ഞിരിക്കുന്ന നിധിയാണ് ആ ജ്ഞാനം. ദൈവം അവനെ നമുക്കായി ജ്ഞാനമാക്കി. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സും മനസാക്ഷിയും ചിന്തകളും എല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ഞാൻ ഇന്നേ വരെ ഒരുപക്ഷെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലായിരിക്കാം. ഇതെനിക്കൊരു പുതിയ അറിവാണ്. യേശുക്രിസ്തു ജ്ഞാനം തന്നെയാണെന്നും ആ വെളിവ്, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ആ ഇരുള് എന്ന് പറയുന്നത് അജ്ഞതയാണ്. അജ്ഞത. ഓ ദൈവമേ, എന്നിൽ എന്തോരം അജ്ഞതയാണുള്ളത്. എന്നാലിപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ അജ്ഞത പെട്ടെന്ന് മാറും. എൻ്റെ ബുദ്ധിയിലൂടെ അല്ല, ദൈവം തന്നെ എൻ്റെ ബുദ്ധിയിൽ പ്രവർത്തിക്കുകയും എൻ്റെ അബോധ മനസ്സ്, ഉപബോധ മനസ്സിന്ദ്രിയങ്ങൾ, എൻ്റെ മനസാക്ഷിയിലെല്ലാം ഈശോയുടെ ജ്ഞാനം സോഫ്റ്റ്ലി സോഫ്റ്റ്ലി അടിയാരഖില ധാരമതാം വെളിവും നീ. പൂർണ്ണമായിട്ട് ദാഹത്തോടെ, അതോടൊപ്പം വലിയ പ്രോത്സാഹത്തോടെ ഈശോ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഈശോ നമ്മുടെ ഉള്ളിൽ തുറക്കപ്പെടണം. ആ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി നമ്മളിൽ ഒളിഞ്ഞു ഇരിക്കുകയാണ്. അത് അനാവരണം ചെയ്യപ്പെടണം. ഓ പരിശുദ്ധാത്മാവേ, ഓ ജ്ഞാനമേ, അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. അത് കണ്ടെത്തുന്നവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു. ഓ ജ്ഞാനമേ, എൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിനായി, ദൈവത്തെക്കുറിച്ചുള്ള വെളിപാടുകൾക്കായി എന്നിൽ ജ്ഞാനം തുറക്കണമേ.
എന്നെക്കുറിച്ച് തന്നെയുള്ള അറിവ് എനിക്ക് തരണമേ. എൻ്റെ ജീവിതപാതയിൽ ഞാൻ എന്താകണം എനിക്കറിയില്ല. എന്നാൽ അങ്ങേക്കത് പദ്ധതി ചെയ്തപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. ഓ ദൈവമേ, പരിശുദ്ധാത്മാവേ, ജ്ഞാനം, അറിവ്, വിവേകം, ദൈവഭയം, ആത്മധൈര്യം എന്നിൽ തുറക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എൻ്റെ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഇന്ദ്രിയങ്ങളിലും മനസ്സാക്ഷിയിലും കെട്ടിക്കിടക്കുന്ന നിരവധിയായ തെറ്റായ ചിന്തകൾ, നിരവധിയായ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ്, നിരവധിയായ അന്ധവിശ്വാസങ്ങളും ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള വികലമായ അറിവുകളും എന്നിൽ നിന്നും തുടച്ചു മാറ്റണമേ. മൈ ഇഗ്നറൻസ്, എൻ്റെ അജ്ഞത അകറ്റണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ ജ്ഞാനം നൽകി എൻ്റെ അജ്ഞത അകറ്റണമേ. അവർക്ക് തീഷ്ണതയുണ്ട്, എന്നാൽ ആ തീഷ്ണത ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ. അവർ ദൈവനീതിയെക്കുറിച്ച് അജ്ഞരാണ്. ഓ പരിശുദ്ധാത്മാവേ, എന്നിലുള്ള അജ്ഞത അകറ്റണമേ. എനിക്ക് തന്നെ അറിയില്ല എന്താണ് എന്നിലുള്ള അജ്ഞതയെന്ന്. പരിശുദ്ധാത്മാവാകുന്ന പ്രകാശത്താൽ ഒരു ഇരുളടഞ്ഞ മുറിയിൽ ടോർച്ചടിക്കുന്ന പോലെ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന അഥവാ അജ്ഞതയിലെ ആ ഇരുളടഞ്ഞ അവസ്ഥയിൽ അങ്ങയുടെ പ്രകാശത്തിൻ്റെ ടോർച്ചടിക്കണേ. അപ്പോൾ അവിടെ പൊടിപടലങ്ങളും ചിലന്തി വലകളും പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അജ്ഞതയും അന്ധവിശ്വാസവും മാനുഷിക ബോധ്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കും. പരിശുദ്ധാത്മാവേ, വിശദീകരിക്കണമേ. ജ്ഞാനം നിറഞ്ഞെന്നെ പ്രകാശിപ്പിക്കണമേ. വെളിവ് നൽകണമേ. ജ്ഞാനസ്നാനത്തിലൂടെ എനിക്ക് നൽകിയിരിക്കുന്ന എന്നിലുള്ള നിധി തുറക്കണമേ. എൻ്റെ ജീവിതത്തിൽ ഒരു സ്വർണ്ണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണിത്. ഈ ദിവസങ്ങൾ ഒരിക്കലും മറക്കാതെ നമ്മുടെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമായി ക്രിസ്തുവിൽ പണിതുയർക്കപ്പെടുകയും വേരുറപ്പിക്കപ്പെടുകയും പണിതുയർത്തപ്പെടുകയും ചെയ്യാൻ പോവുകയാണ്. വിളിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിട്ടുകൊടുക്കുക. കർത്താവേ, എന്നെ പ്രകാശിപ്പിക്കണമേ, എന്നിലുള്ള അജ്ഞത അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാല ഹലബല 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 ഹലബല. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. ജ്ഞാനം നിറയ്ക്കണമേ. ശാലം സ്വതന്ത്രമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ അറിവ് ഒരെല്ലോളമേ ഉള്ളൂ. എൻ്റെ അറിവ് ഒരെല്ലോളമേ ഉള്ളൂ കർത്താവേ. ഞാൻ അറിയാത്തതൊരു കടലോളമുണ്ട്. What I know is only a drop and what I do not know is an ocean. ഓ പരിശുദ്ധാത്മാവേ, ഓ ജ്ഞാനമേ, ഓ ജ്ഞാനമേ, എൻ്റെ ആത്മാവിൽ പ്രസരിക്കണമേ. എൻ്റെ ആത്മാവിൽ കത്തിപ്പടരണമേ. ഓ ജ്ഞാനമേ, എൻ്റെ ആത്മാവിൽ വെളിവ് നൽകണമേ. എന്റെ മനസാക്ഷിയിൽ വെളിവ് നൽകണമേ. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. എന്നിലുള്ള അജ്ഞത എന്താണെന്ന് തന്നെ എനിക്ക് അറിയില്ല പരിശുദ്ധാത്മാവേ. ഓ ജ്ഞാനമേ, എന്നിലുള്ള അജ്ഞത അകറ്റണമേ. എന്നിലുള്ള അജ്ഞത അകറ്റണമേ. എന്നിലുള്ള അന്ധകാരം അകറ്റണമേ. എന്നിലുള്ള ഇരുൾ അകറ്റണമേ. ശാല മല ഹല മല ഹല മല. പരിശുദ്ധാത്മാവേ, കർത്താവായ യേശുവേ, അങ്ങ് ദൈവത്തിന്റെ ശക്തിയും
ദൈവത്തിന്റെ ജ്ഞാനവുമാണ്. ആ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. എല്ലാവരും എഴുന്നേറ്റ് എന്ന് ശബ്ദമുയർത്തി സ്വതന്ത്രമായെന്ന് സ്തുതിച്ചുകൊണ്ട് ഈ ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളിലുള്ള അച്ഛത അകറ്റണമേ, ഞങ്ങളിലുള്ള അച്ഛത അകറ്റണമേ, ഞങ്ങളിലുള്ള അച്ഛത അകറ്റണമേ, അച്ഛത അകറ്റണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസത്തെ വളർത്തണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധി ഞങ്ങളിൽ തന്നെ ഉണ്ട്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ ഞങ്ങളിലുണ്ട്. ബുദ്ധി കൊണ്ട് നൽകണമേ, ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശ്വാസം നൽകണമേ, ജ്ഞാനം നൽകണമേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധി അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. അവൻ എന്നിലുണ്ട്. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധി എന്നിൽ തുറക്കട്ടെ, തുറക്കട്ടെ. മുട്ടുവിൻ തുറക്കപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും, മുട്ടുവിൻ തുറക്കപ്പെടും. ഇതാ ഞാൻ മുട്ടുന്നു, ഞാൻ മുട്ടുന്നു, ഓരോരുത്തരുടെ ഹൃദയത്തിലും മുട്ടുന്നു. പരിശുദ്ധാത്മാവ് മുട്ടുന്നു, കർത്താവായ യേശു മുട്ടുന്നു. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികൾ തുറക്കട്ടെ. മൗനതയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതെല്ലാം ഉണ്ട്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധി നമ്മളിലുണ്ട്. നമ്മുടെ പശ്ചാത്താപം ഇതാണ്. ദൈവമേ, ഈ കാലം അത്രയും ഈ നിധി എന്നിലുണ്ടായിട്ട് ഞാൻ ഇത് തുറന്നില്ലല്ലോ, ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലല്ലോ. കർത്താവേ, എന്നോട് ക്ഷമിക്കണേ. ഓ, ഈ ജ്ഞാനമില്ലാതെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പലതും ചെയ്തല്ലോ. ഓ ദൈവമേ, അതെല്ലാം ഞാൻ വിട്ട് അങ്ങയുടെ ജ്ഞാനം അങ്ങയോട് ചോദിച്ച് അങ്ങയുടെ ജ്ഞാനത്തിലൂടെ എൻ്റെ ജീവിതത്തെ നയിക്കുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ഇടവേളയിൽ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പൂർണ്ണ നിശബ്ദതയിൽ ഈ ജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ 8:45 എല്ലാവരും തിരിച്ചെത്തുന്നു. 8:45. താങ്ക് യു.